മൈ ഡിയർ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു ഷോർട്ട് ടോപ്പിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ. ആദ്യം ക്ലോത്തിനെ നമുക്ക് 4 ആയിട്ട് മടക്കിടണം. ഓക്കെ, മുഴുവനായിട്ട് നിവർത്തിയിട്ടിട്ട് ഓപ്പോസിറ്റേക്ക് പകുതി മടക്കി, പിന്നെ വീണ്ടും നീളത്തിനെ പകുതി മടക്കി, അങ്ങനെ 4 ആയിട്ട് മടക്കുക കേട്ടോ. 4 കരവശം ഓപ്പോസിറ്റ് ഭാഗത്ത്. ഓക്കെ, നിൽക്കുന്ന ഭാഗത്ത് 2 ഫോൾഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ലെങ്ത്താണ് ആദ്യം തന്നെ മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് 26 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. പ്ലസ് 2 ഇഞ്ച് സീം അലവൻസും വേണം കേട്ടോ. ഇപ്പോൾ ടോട്ടൽ 28 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഷോൾഡറിന് 7.75 ഷോൾഡറിനായിട്ട് വേണ്ടത്. സെയിം അളവിന് ആം ഹോളിൻ്റെ ലെങ്ത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ചെസ്റ്റിൻ്റെ വിഡ്ത്ത് വേണ്ടത് 10.5 ഇഞ്ചാണ് കേട്ടോ. ഇതിനോടൊപ്പം 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ആദ്യം നമുക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. വീണ്ടും മുന്നോട്ട് 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കർവ് വരച്ചു കൊടുക്കാം കേട്ടോ. ആം റൗണ്ടിനാക്കി മാറ്റി കൊടുക്കാം. ഓക്കെ, നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്കിന് 5.5 ഇഞ്ച്, 6 ഇഞ്ച് വി നെക്ക് ആയതുകൊണ്ട് ഞാൻ 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 2 ഇഞ്ച് നമുക്ക് ആദ്യം ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. അതിൻ്റെ അകത്തൊരു വൃത്തിയിലൊന്ന് നമുക്കിങ്ങനെ റൗണ്ടാക്കി കൊടുക്കാം. അതിന് ശേഷം വി നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിനെ നമുക്കൊന്ന് റൗണ്ട് ആക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. കറക്റ്റ് ഒരു വി കൊടുക്കൂല, ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത്, ബോഡി ഷേപ്പിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചിന് മാർക്ക് ചെയ്യും. ഷേപ്പിൻ്റെ വിഡ്ത്ത് വേണ്ടത് ചെസ്റ്റ് റൗണ്ടിന് കൊടുത്തതിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് കൊടുക്കുക. ചെസ്റ്റ് റൗണ്ടിന് ടോട്ടൽ 12 ആണ് സീം അലവൻസ് ചേർത്തിട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് 11 കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെസ്റ്റിൽ നിന്നും 11ലേക്ക് ഇങ്ങനെ ഷേപ്പാക്കി വരച്ചു കൊടുക്കാം. ഇനി ഹിപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് വേണ്ടത് 12.5 ഇഞ്ചാണ്. 11 ആണ് കറക്റ്റ്. തയ്യൽ തുമ്പ് അടക്കം 12 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പം 12.5, 11, ഒരു 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് നമുക്കൊരു 12.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിലേക്ക് ഷേപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് ചേർത്താൻ വരയ്ക്കുക കേട്ടോ. ഓക്കെ, താഴെ നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഷോൾഡറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു സ്ലോപ്പ് കൊടുക്കണേ. ഇത്രയാണ് കട്ടിങ്. അളവുകളൊക്കെ ഇത്രയാണ് കേട്ടോ. നമുക്കിത് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് നെക്ക് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്.
ഓക്കെ, ഇതിന് ബാക്ക് പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ടിൽ നെക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കണം കേട്ടോ. ഇതിൽ നിന്നും സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യും. ചെറിയൊരു സ്ലീവാണ് കേട്ടോ, അത് ലൈനിങ് പീസാണ്. ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്ക് പിന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ചെറിയൊരു സ്ലീവ് മതി ലൈനിങ്ങിൽ കൊടുക്കുമ്പോൾ. ഇത് ആംഹോളിൻ്റെ ഈ ഒരു ഭാഗത്തത്തെ അളവ് 1/4 ഇഞ്ച് അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ അളവെടുക്കുമ്പോൾ കിട്ടുന്ന അളവായിരിക്കണം ആംഹോളിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഒരു 3.5 ഇഞ്ച് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. നമുക്കൊന്ന് ഒരു ട്രയാങ്കിൾ രൂപത്തിലാക്കി മാറ്റാം. 1 ഇഞ്ച് തയ്യൽ തുമ്പിന് കൊടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമുക്കൊന്ന് പോയിൻ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് കർവാക്കി കൊടുക്കാം. ഇതാണ് സ്ലീവ് കേട്ടോ. ഇതിൽ 4 പീസായിട്ടുള്ളത് അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് ഫ്രണ്ടിലെ ഭാഗത്തിന് വേണ്ടിയിട്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കട്ടിങ്. മെയിൻ ക്ലോത്തിങ്ങിൽ കട്ടിങ് ഞാൻ അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ടിട്ട് അതിന് മുകളിൽ ഈ പീസ് ലൈനിങ് പീസ് വെച്ചിട്ട് അങ്ങനെ വരച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നത് കാരണം ഞാൻ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നിപ്പോൾ കാണിക്കുന്നില്ല. ഇത് മെയിൻ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ.